ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു പലഹാരം കേട്ടോ. നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള, അതേപോലെ ഉള്ളിൽ ജ്യൂസ് ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മളുടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി വന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ കനം കുറച്ചറിഞ്ഞ ഒരു വലിയ സവോള, അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ ക്യാരറ്റ് ഇതുപോലെ ചീകതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് പകരമായിട്ട് നിങ്ങൾക്ക് ബീട്രൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി ഇതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുന്നുണ്ടോ, അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം. എന്നിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് പോകാനും വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊന്ന് പോകുന്നതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് മസാലകൾ മാത്രം നമ്മളിതിലേക്ക് ചേർക്കണുള്ളൂ. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു അര സ്പൂണ് ഗരം മസാലയും പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി അത് അതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തും കൊണ്ടാവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉപ്പിട്ട് പുഴുങ്ങിയ കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കിഴങ്ങ് നമ്മൾ മുറിച്ചതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം കട്ടയില്ലാതെ ഒന്ന് ഉടക്കണം കേട്ടോ. ഉടച്ചതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് ആയിട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കിഴങ്ങൊക്കെ ഉടഞ്ഞ് എല്ലായിടത്തേക്കും ഒന്ന് ആയി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എറിഞ്ഞ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ കൂടുതലായിട്ട് മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ മസാലക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ആ മല്ലിച്ചപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചൂടാറാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. നല്ല ചൂടാറിന് ശേഷം നമ്മൾ ഈ കിഴങ്ങിനെ കൂട്ടെടുക്കുന്നത് പലഹാരം ഉണ്ടാക്കാൻ. ഇപ്പോൾ നല്ലോണം ചൂടാറിയിരിക്കണേ അതിന് ഇതേപോലെ കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് ഓരോരോ ഉരുളകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ സമൂസക്കൊക്കെ പിടിന്ന് വാങ്ങുന്ന ഷീറ്റില്ലേ, അത് ഇതുപോലെ തന്നെ 2 കഷ്ണങ്ങളാക്കുക. 2 കഷ്ണമാക്കി വെച്ചാൽ അതിൽ ഒരു കഷ്ണത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ഉരുളകൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാത്തിനും ഒട്ടിക്കാനും വേണ്ടി മൈദ കലക്കണം. അതിൻ്റെ ഉള്ളിൽ മൈദ കലക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒട്ടിക്കുകയാണ്. എന്നിട്ട് മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ അധികം ഫില്ലായിട്ടുണ്ടാവില്ല, ഫുള്ളായിട്ട് അത് ഇതേപോലെ തന്നെ ഒന്ന് ഫില്ലാക്കി എടുക്കണം. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫില്ലാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ പലഹാരം കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 2 ഭാഗം നല്ലോണം ഫില്ലാക്കിക്കണം. ഈ മസാലക്ക് അധികം പിന്നെ മസാല കുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് എന്ത് കഴിക്കാൻ കേട്ടോ. നമ്മൾ കൂടുതൽ മസാലയൊന്നും ചേർത്തിട്ടില്ല, സിമ്പിളായിട്ടുള്ള മസാല കൊണ്ടാണ് നമ്മൾ പണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നും വരില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിൽ ഒരു റസ്ക് പൊടി എടുക്കണം. ഒരു പാത്രത്തിൽ മൈദ കുറച്ച് ലൂസിൽ കലക്കിയത് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പലഹാരം ഇതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ റസ്ക് പൊടിയിൽ ഒന്ന് കുത്തിയെടുക്കുകയാണ്. പിന്നെ നമുക്കൊരു പ്രാവശ്യം കൂടി മൈദയിൽ മുക്കിയെടുക്കുക, ഒരു പ്രാവശ്യം റസ്ക് പൊടിയിൽ ഒന്നുകൂടി കുത്തിയെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് കുത്തിയെടുക്കുക. അങ്ങനെ 2 ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ കുത്തിയെടുത്തിട്ട് നമുക്ക് ഉള്ളിലത്തെ മസാല പുറത്തേക്ക് പൊരിക്കുമ്പോൾ പോലും ചെയ്യരുത്. കാണാൻ നല്ലൊരു ഭംഗിയുള്ള രൂപത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കണം നമ്മൾ ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ചൂടായി വന്നും ചെയ്തിരിക്കണേ. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ച് കോരണം. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 3 ഇടുന്ന രീതിയിലാണ് നമ്മൾ ചട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചട്ടിയൊക്കെ വലിപ്പമുള്ള തട്ടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ച് കോരട്ടോ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് കോരണം. കാരണം ഇവിടുത്തെ മസാലയൊക്കെ വെന്തതാണെങ്കിൽ നമുക്ക് പുറത്തൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചിടുക്കണം, നല്ലോണം ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇപ്പോൾ നല്ലോണം ക്രിസ്പി ആയിക്കണം കേട്ടോ. ഇനി നമുക്കത് വാങ്ങിയ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പലഹാരമല്ല, ഞാൻ വെറുതെ പറയുന്നില്ല, നല്ല ടേസ്റ്റുമാണ് ഇതൊട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ കാണാനും കഴിക്കാനും ഭംഗിയിൽ ഒരുപാട് സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ.